ഹലോ, സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കാനും സ്കൂളിൽ വിടുന്നതിനോടൊക്കെ ഒപ്പം തന്നെ നമ്മൾ ഉമ്മമാരുടെ മെയിൻ ആയിട്ടുള്ള ചിന്തയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടി കൊടുത്തു വിടണമെന്ന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് സാദാ ചോറൊക്കെ നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാട്ടോ. പിന്നെ എന്നും നമ്മൾ കൊച്ചുങ്ങൾക്ക് ബസ്മതി റൈസ് ഒന്നും കൊടുക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് സാദാ റൈസ് വെച്ചിട്ട് തന്നെ കാണിക്കാമെന്ന് വെച്ചത്. ഇനി പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കോക്കനട്ട് ഓയിലാട്ടോ, അതിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. എന്നിട്ട് കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങ് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെ കളറൊക്കെ ചേഞ്ചായി പച്ചച്ചുവൊക്കെ മാറി സോഫ്റ്റായി കുക്കായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറിന് പകരം ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ഒട്ടുമിക്ക കുട്ടികൾക്കും എരിവിനേക്കാളും പേടി ആ പച്ചമുളക് കാണുന്നതായിരിക്കും, അതുകൊണ്ടാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഒട്ടും എരിവ് ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ക്യാരറ്റ് കുക്കായതാണ്, ചോറും കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ തന്നെ ഇവിടെ ക്യാരറ്റ് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ലഞ്ച് ബോക്സിലേക്ക് സെർവ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ബീട്രൂട്ട് റൈസ് റെഡിയാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങ് വഴറ്റിയെടുക്കാം. ബീട്രൂട്ടിൻ്റെ പച്ചച്ചുവൊക്കെ മാറി കളറൊക്കെ ചേഞ്ചായി സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് ചോറും എരിവിനാവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ തന്നെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട. നമ്മൾ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കിയ പോലെ തന്നെ ക്യാരറ്റിന് പകരം ബീട്രൂട്ട് ആഡ് ആക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതും നമുക്കൊരു ലഞ്ച് ബോക്സിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ ക്യാരറ്റ് ആണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലൊക്കെ ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഒരുമാതിരി ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും. ഒരു പാതിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഇനി അടുത്ത റൈസ് റെഡിയാക്കി എടുക്കാം. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെറുതായി കട്ട് ചെയ്ത സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നിങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്തെടുക്കണ്ട കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗ് പൊട്ടിച്ചേക്കന്നെ മിക്സ് ചെയ്താൽ ഒരുമാതിരി മാവ് പുരട്ടിയ പോലെ ആവും. ഇതുപോലെ 1 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 കപ്പ് ചോറ് വേവിച്ചതും എരിവിനാവശ്യമായിട്ടുള്ള പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു ലഞ്ച് ബോക്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ റൈസും സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് സാധാ ചോറ് വെച്ചിട്ടാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടം ബസുമതി റൈസ് വെച്ചിട്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് പിടിക്കില്ലെങ്കിൽ ഓയിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസും ബീട്രൂട്ട് റൈസും ക്യാരറ്റ് റൈസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാവുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും, കാണാനും നല്ല ഭംഗിയാണല്ലോ. പിന്നെ ഹെൽത്തിയാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പ് ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടി കൊടുക്കാൻ നോക്കണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.